നമസ്കാരം. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട ശേഷം കളിക്കുന്ന ആദ്യത്തെ സീസണാണ് 2026 IPL. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2026 സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ഈ മാസം 28 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. ഇത്തവണ പോരാട്ടങ്ങളിൽ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരമാണ്. ഇത്തവണ CSKയ്ക്ക് രാജസ്ഥാൻ ആദ്യ മത്സരം അഭിമാന പ്രശ്നമാണ്. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസൺ കൂടുമാറിയതിന് ശേഷം കളിക്കുന്ന ആദ്യത്തെ സീസണാണിത്. CSKയിലെത്തിയ സഞ്ജുവിന് ആദ്യം നേരിടേണ്ടി വരുന്നത് രാജസ്ഥാനെയാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സഞ്ജു പോയെങ്കിലും രാജസ്ഥാൻ്റെ ടീം കരുത്ത് ശക്തമാണ്. ഇത്തവണ രാജസ്ഥാൻ ആദ്യ മത്സരത്തിൽ കളിപ്പിക്കാൻ സാധ്യതയുള്ള 11 ഒന്ന് നോക്കാം. ഓപ്പണിംഗ് റോളിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാം. യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നാവും രാജസ്ഥാൻ ഓപ്പണിംഗിൽ ഇറങ്ങുക. രണ്ടുപേരും കടന്ന് ആക്രമിക്കുന്ന കളിക്കാരാണ്. ഈ കൂട്ടുകെട്ടിലാണ് ഇത്തവണ രാജസ്ഥാൻ്റെ പ്രതീക്ഷകളേറെയും. ഈ കൂട്ടുകെട്ട് ക്ലിക്കായാൽ കപ്പ് രാജസ്ഥാനൊപ്പം നിൽക്കും. വൈഭവ് സൂര്യവംശിയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടുകെട്ട് രാജസ്ഥാന് വലിയ ഒരു പ്രതീക്ഷ ആവുന്നത്. വൈഭവ് സൂര്യവംശി അണ്ടർ-19 ലോകകപ്പിൽ കാഴ്ചവെച്ച പ്രകടനം IPLൽ കാഴ്ചവെച്ചാൽ ഈ 2026 IPL രാജസ്ഥാൻ കൊണ്ടുപോകും എന്നതിൽ ഉറപ്പാണ്. 3-ാം നമ്പറിൽ റിയാൻ പരാഗാവും കളിക്കുക. നേരത്തെ തന്നെ ടോപ്പ് ഓർഡറിൽ പരാഗ് കളിച്ചിരുന്നു. എന്നാൽ വലിയ പ്രകടനം നടത്താനായില്ല. പരാഗിന് സഞ്ജുവിൻ്റെ വിടവ് നികത്താൻ സാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 4-ാം നമ്പറിൽ ധ്രുവ് ജുറേൽ കളിക്കും. വിക്കറ്റ് കീപ്പർ റോളിൽ ജുറേലാവും ഉണ്ടാവുക. മധ്യനിരയിൽ ജുറേലിൻ്റെ പ്രകടനം രാജസ്ഥാന് വളരെ നിർണായകമാവുമെന്ന് തന്നെ പറയാം. 5-ാം നമ്പറിലേക്ക് രവീന്ദ്ര ജഡേജ എത്തിയേക്കും. CSKയിൽ നിന്ന് രാജസ്ഥാനിലെത്തിയ സ്പിൻ ഓൾറൗണ്ടർ ജഡേജയ്ക്ക് മധ്യനിരയിൽ നിർണായകമായ റോളുണ്ടാവും. 6-ാം നമ്പറിൽ ഷിംറോൺ ഹെറ്റ്മെയർ ഫിനിഷറായി കളിക്കാം. അവസാന സീസണിൽ നിറമങ്ങിയെങ്കിലും ഹെറ്റ്മെയറിൽ ഇപ്പോഴും രാജസ്ഥാന് വലിയ പ്രതീക്ഷ ഉണ്ട്. 7-ാം നമ്പറിൽ CSKയിൽ നിന്ന് രാജസ്ഥാനിലെത്തിയ പേസ് ഓൾറൗണ്ടറായ സാം കറനാവും ഉണ്ടാവുക. സാം കറൻ്റെ പ്രകടനം രാജസ്ഥാന് നിർണായകമാണ്. പന്തുകൊണ്ടും ബാറ്റ് കൊണ്ടും മത്സരത്തെ മാറ്റിമറിക്കാൻ കളിക്കുന്ന കളിക്കാരനാണ് സാം കറൻ. 8-ാമനായി ഇംഗ്ലണ്ട് പേസർ ഓൾറൗണ്ടറായ ജോഫ്ര ആർച്ചർ ഉണ്ടാവും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും തിളങ്ങാൻ ആർച്ചറിന് കഴിവുണ്ട്. 9-ാം നമ്പറിൽ ഇന്ത്യൻ പേസറായ സന്ദീപ് ശർമ്മയും ഉണ്ടാവും. സിംഗ് പേസറായ സന്ദീപിൻ്റെ പ്രകടനം രാജസ്ഥാന് വളരെ നിർണായകമാണ്. 10-ാം നമ്പറിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി രവി ബിഷ്ണോയ് എത്തും. 11-ാമനായി തുഷാർ ദേശ്പാണ്ഡെയാവും അവസാനം കളിക്കുക. പേസറുടെ അവസാന സീസണിലെ പ്രകടനം മികച്ചതായിരുന്നില്ല എങ്കിലും വിക്കറ്റ് വീഴ്ത്താൻ ശേഷിയുള്ള താരമാണ് ദേശ്പാണ്ഡെ എന്നത് രാജസ്ഥാന് അനുകൂലമായ ഘടകമാണ്. രാജസ്ഥാൻ്റെ 11 ഒന്ന് നോക്കാം. യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, രവീന്ദ്ര ജഡേജ, ഷിംറോൺ ഹെറ്റ്മെയർ, സാം കറൻ, ജോഫ്ര ആർച്ചർ, സന്ദീപ് ശർമ്മ, രവി ബിഷ്ണോയ്, തുഷാർ ദേശ്പാണ്ഡെ എന്നിവരാണ് അവസാന 11-ൽ രാജസ്ഥാന് വേണ്ടി കളിക്കാൻ ഇറങ്ങുക. ഇതിൽ റിയാൻ പരാഗാണ് ഈ തവണ രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ. സഞ്ജു പോയതിനു ശേഷം ആദ്യ ടൂർണമെൻറ്റിന് ഇറങ്ങുന്ന രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന പോരാട്ടമാണ്. സഞ്ജുവിൻ്റെ റോൾ ഈ പ്രാവശ്യം വൈഭവ് സൂര്യവംശി ഏറ്റെടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.